അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യിത്ത് കുളിപ്പിച്ചു. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നിവർ വെള്ളമൊഴിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്നും സുഗന്ധവുമായി എത്തി. അവരെല്ലാം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്തു. മയ്യിത്ത് നിസ്കരിച്ച ശേഷം പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ മറവ് ചെയ്തു. അതൊരു ബുധനാഴ്ച ദിവസമായിരുന്നു. താബിഉകളിൽപ്പെട്ട ശൈഖ് മുഹമ്മദ് ബിൻ സിരിൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വപ്ന വ്യാഖ്യാനത്തിൽ പേരുകേട്ട മഹാനാണ്. സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രത്തിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് തഅ്തീറുൽ അനാം ഫി തഅബീറുൽ മനാം എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ മഹാനവർകൾ പറയുന്നുണ്ട്, ഒരാൾ ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കണ്ടാൽ ആയുസ് വർദ്ധിക്കും എന്നതിന്റെ ശുഭ സൂചനയാണ്. മാത്രമല്ല, ഹജ്ജ് ചെയ്യാത്തവനാണെങ്കിൽ ഹജ്ജിന് പോകും. അവന്റെ മേൽ അള്ളാഹു അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയും. പ്രയാസങ്ങൾക്ക് ശേഷം സുഖവും സന്തോഷവും ഉണ്ടാവും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കാണാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. അടുത്തതായി സൂചിപ്പിക്കുന്നത്, ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കാണണമെങ്കിൽ എന്തൊക്കെ നാം ചെയ്യണം, നാം എങ്ങനെയുള്ള ആളായിരിക്കണം. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി ലവാക്കിഹുൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. എന്റെ ശൈഖ് അലിയുൻ നബ്ത്വൈതി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കാണാനും അദ്ദേഹവുമായി സംഗമിക്കാനും പ്രധാനമായും 3 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ പലപ്പോഴും കണ്ടിട്ടുള്ള മഹാനായിരുന്നു അദ്ദേഹം. ആ നിബന്ധനകൾ എന്തെന്നാൽ, 1. ഹൃദയശുദ്ധിയാണ്. ഈ സമുദായത്തിന്റെ പേരിലുള്ള പക, വിദ്വേഷം, അസൂയ തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്നെല്ലാം മനസ്സ് ശുദ്ധമായിരിക്കണം. രണ്ടാമതായി സൂചിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാകണം. അനാചാര പുത്തൻവാദങ്ങൾ, അതിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ എന്നിവയൊന്നും തന്നെ അവനിൽ നിന്നുണ്ടാവാൻ പാടില്ല. മൂന്നാമതായി സൂചിപ്പിക്കുന്നു, നാളേക്കു വേണ്ടി ഭക്ഷണമോ നാണയമോ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അത്രമാത്രം അല്ലാഹുവിൽ തവക്കുലിന്റെ ഉടമയായിരിക്കണം. ഈ 3 നിബന്ധനകൾ മേളിക്കാത്തവൻ എത്ര ഉന്നതനായാലും വലിയ ഇബാദത്തിന് ഉടമയായാലും ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കാണാനോ ഒരുമിച്ച് കൂടാനോ സാധിക്കുകയില്ല. ഇത് ഞാൻ പറയുന്ന വാക്കുകളല്ല, ലവാക്കിഹുൽ അൻവാർ പേജ് 383 ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കാണാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. അതുമൂലം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.